നമസ്കാരം. അടിവസ്ത്രം കൂടി അഴിച്ചു വാങ്ങാൻ ബാങ്കുകൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി നിയമിതനായ KC വേണുഗോപാലിന് തിരുവനന്തപുരത്ത് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഗോവയിൽ പോയെങ്കിലും അവിടെ ആണുങ്ങൾ സർക്കാരുണ്ടാക്കി. ചുമതല ദിഗ്വിജയ് സിംഗിനായിരുന്നതുകൊണ്ട് ആരും KC വേണുഗോപാലിനെ കുറ്റം പറഞ്ഞില്ല. ഇപ്പോഴിതാ കർണാടകയിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തുക എന്നതാണ് KCക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം. ഭരണ തുടർച്ച എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കാനാണ് വേണുഗോപാൽ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ. ഞാനിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. എന്ത് പറ്റി? അവർക്കും എനിക്കൊരു സ്വീകരണം തരുന്നു. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. പക്ഷെ എനിക്ക് സ്വീകരണത്തിനൊക്കെ എവിടെയാ നേരം? വേണ്ടെന്ന് പറഞ്ഞു. ഇനി നാട്ടിലെത്തി കരയോഗത്തിന്റെ വക സ്വീകരണം കഴിഞ്ഞതിന് ശേഷമേ വേറെ സ്വീകരണമുള്ളൂ. ഏത് കരയോഗം? ഇവിടുത്തെ കരയോഗം. ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള. അതെ, നാട് കഴിഞ്ഞേ എനിക്ക് മറുനാടുള്ളൂ. കരയോഗം എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ എനിക്ക് ജീവനാ. ബോംബെയിലെ എനിക്ക് ആഴ്ചയിൽ 2-3 സ്വീകരണം ഉണ്ടാവും. ഒരു സുഖ. വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഒക്കെ നമ്മളെങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തല്ലേ? അല്ല, അവര് ചുമ്മാ പോഴത്തല്ലോ. സ്വീകരണം ഗംഭീരമായിരിക്കണം, നാടൊന്ന് ഇളകണം. വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല. വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല. വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല. അമ്പാടി കുയിലല്ലേ, പൊന്നോട കുഴലല്ലേ, നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ. അമ്പാടി കുയിലല്ലേ, പൊന്നോട കുഴലല്ലേ, നറുവെണ്ണ കുടമല്ലേ നീ എൻ കണ്ണ. വേണുഗോപാല രാജിത സദ്ഗുണ ജയശീല. തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എല്ലാം എൻ്റെ വളർച്ചയുടെ പടവുകളിൽ വളരെ നിർണായക പങ്കുവഹിച്ചവരാണ്. എത്രയോ വർഷം മുമ്പ് ഒരു കേരള വിദ്യാർത്ഥിയുടെ പ്രവർത്തകനായിട്ട് ഞാനിവിടെ വന്നിറങ്ങിയതാണ്. അന്നു മുതൽ വളരെ ആവേശകരമായിട്ടുള്ള സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് കിട്ടിയ ഒരു അംഗീകാരത്തിൽ അവരും കൂടെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാരൊക്കെയാ അവർക്ക് പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ. സാറിനെ കാണാൻ വന്നായിരിക്കും. ഓഹോ, പാവങ്ങൾ. എല്ലാവർക്കും എന്റെ വക ഒരു 100 രൂപ വെച്ച് കൊടുത്തേക്ക്. വനവേണുവുമായി വരൂ നീ അരികിൽ മായാവൃന്ദാവനിൽ. വനവേണുവുമായി വരൂ നീ അരികിൽ മായാവൃന്ദാവനിൽ. നിന്റെ നഖക്കലമെല്ലേ എൻ നെഞ്ചിൽ ഉരഞ്ഞു മുറിഞ്ഞു, പീലി പൂമുടി കാറ്റിലുലഞ്ഞു, മനസ്സിന് കത്തണി മഞ്ഞു കിനിഞ്ഞു. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പരമസുഖം. പ്ലെയിനിൽ കയറിയ ഉടനെ ഈ പൈലറ്റുമാരും എയർ ഹോസ്റ്റസ്മാരും ഓടിങ്ങി വരികയല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്, കഴിക്കാൻ എന്താ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ഥിരം യാത്രക്കാരനാണല്ലോ. രാജ്യത്തെ ബാങ്കുകൾ ബ്ലേഡ് കമ്പനികളായി മാറുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ATMിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് സർവീസ് ചാർജ് ഏർപ്പെടുത്തി SBI പുറത്തിറക്കിയ സർക്കുലറിലാണ് 8ന്റെ പണി ആവർത്തിക്കുന്നത്. മോഡി സർക്കാർ പറഞ്ഞതനുസരിച്ച് കയ്യിലുള്ള പണമെല്ലാം നമ്മൾ ബാങ്കിൽ ഇട്ടു. എന്നിട്ട് സ്വന്തം പണമെടുക്കാൻ ATMിൽ തൊട്ടാൽ പൈസ പോവുമെന്ന് പറയുന്നത് എന്തു മര്യാദയാണ്? നാട്ടിലെ ഗുണ്ടാപ്പിരിവ് ഇതിലും ഭേദമാണ്. എന്തായാലും സഹകരണ മേഖലയിലെ കേരള ബാങ്കുമായി വരാൻ തോമസ് ഐസക്കിന് പറ്റിയ സമയം ഇതാണ്.
ഒരു പൊതുമേഖലാ ബാങ്കാണ് എന്നുള്ള ഒരു പ്രാഥമിക കാര്യം പോലും മറന്നുകൊണ്ട് സ്വകാര്യ ബാങ്കുകൾ പോലും മറച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ് SBI പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാശ് പണ കൊട്ട് മണി മണി കാശ് പണ കൊട്ട് മണി മണി കാശ് പണം കൊട്ട് മണി മണി കാശ് പണ കൊട്ട് മണി മണി. 5-8 പ്രാവശ്യം ATM എടുക്കും. അപ്പോൾ ഭയങ്കര നഷ്ടമാണ് അത്. എന്തായാലും ജനങ്ങൾക്ക് ദോഷമായിട്ട് വരുള്ളൂ, ബാങ്കിന് ലാഭമായിരിക്കും, അത്രയും വിചാരിച്ചാൽ മതി. ജനങ്ങളോട് ചെയ്യുന്ന അക്രമമാണിത് ശരിക്കും. കാരണം ഒരു ട്രാൻസാക്ഷൻ 25 രൂപ എന്ന് വെച്ച് നമ്മളെ പണം നമ്മളെ തന്നെ പിഴിയുന്നൊരു സംവിധാനത്തിലേക്കാണ് ശരിക്കും ബാങ്ക്. ജനങ്ങൾ നേരിട്ടിട്ട് തന്നെ ബാങ്കിൽ കയറാൻ ATM യൂസ് ചെയ്യാണ്ടിരിക്കുക, അതായിരിക്കും ഏറ്റവും നന്നാകാന്ന് ഞാൻ പറയുന്നത്. ഇത് പൊട്ടന്മാർക്ക് കളിക്കാനുള്ള സാധനമല്ല. ബില്ല ഇതെന്ത് പണ്ടാലും വെറുതെ ബില്ലടിക്കണം. പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ പറഞ്ഞത്? ചേട്ടാ ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. கொடை பிடிச்சி நைட்டுல பறக்க போற ஹைட்டுல தலை காலு பொரியல தலை கீழா நடக்கிறேன். காசு பணம் தொட்டு மணி மணி കാശ് പണം തൊട്ട് മണി മണി. ബാങ്കിൽ നിന്ന് ജനങ്ങളെ അകറ്റുക, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും നടത്തുമ്പോൾ എങ്ങനെ ജനങ്ങളെ ബാങ്കിൽ നിന്ന് അകത്താൻ പറ്റുമെന്നുള്ളത് നോക്കി. நல்ல வாயம் சம்பாரிச்சுத நார வாயம் துண்ணுற கணக்கு போட தெரியாதவன் காசை வாரி இறக்கிறேன். காசு பணம் கொட்டு மணி மணி കാശ് പണം കൊട്ട് മണി മണി. ഇത് പിടിച്ചേ. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പോടാ. നമ്മള് തൊട്ടതിനും തൊട്ട അപ്പൊ കാശ് പോകും. നമ്മുടെ കാശ് കൊണ്ട് തന്നെ നമ്മളെ കൊല്ലണ ഒരു പരിപാടിയാണ്. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള റൂള് അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്. അതിന്റെ മുകളിൽ വീണ്ടും ഒരു അടിയായിട്ടാണ് ഇത് കാണുന്നത്. കാശ് പണം തൊട്ട് മണി മണി ഓട് വേണ്ട മേടയില കാലമേല കുരങ്ങ് കിട്ട മാട്ടിക്കുന്ന സന്തനമാല. കാശ് പണം തൊട്ട് മണി മണി. അത് ഈ നോട്ട് തുടങ്ങിയ പുതിയ പാരമ്പര്യമാണ്. ഞങ്ങൾക്ക് എന്തുവാ നാട്ടിലെ ജനങ്ങൾ അവരുടെ പൗരാവകാശങ്ങൾ ഇതൊന്നും പ്രശ്നമല്ല. നോട്ട് കൊടുക്കാം, കൊടുക്കാതിരിക്കാം, നിങ്ങളുടെ പണം ഡെപ്പോസിറ്റോടെ കിടപ്പുണ്ട്, തരാതിരിക്കാം, എൻ്റെ പണം ഞാൻ എടുത്താൽ ഫൈൻ അടിക്കാം. ഇങ്ങനെയുള്ളൊരു പെർമസീവ്നെസ് ബാങ്കിങ് സെക്ടറിലേക്ക് ഈ നോട്ട് നിരോധനം കൊണ്ടുവന്നിരിക്കും. കറൻസി നോട്ട് കട്ട് കണ്ണ് രണ്ട് മറക്കുത് ചായത്ത കാശ് കുറയ്ക്കുത്. കാശ് പണം കൊട്ട് മണി മണി കാശ് പണം കൊട്ട് മണി മണി. വെരി റോങ്. RBI should put a stop to this. നമ്മൾ മോസ്റ്റ്ലി ഓൺലൈനാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പിള്ളേരുടെ ഫീസ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനും ചാർജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണേ? പിന്നെ SBI മാറി മറ്റ് ബാങ്കുകളിലേക്ക് മാറേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. എന്നാ നീ ഒരു കാര്യം ചെയ്യും, 40ന്റെ കൂടെ ഒരു 10,000 കൂടി ഇട്ടോ. പറ്റില്ല. ഒരു 5,000 ഒരു 1,000 ചുമ്മാ ഇരടേ. ശരി 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? ഇടുന്ന ഒരു 200 രൂപയുടെ എടാ ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. കൂടുതൽ പുഴിക്കത്തിട്ടാ. മുല്ലക്കര രത്നാകരൻ്റെ നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം വിവാഹ ധൂർത്ത് നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. ആഡംബര കല്യാണങ്ങൾക്ക് പോകുന്നത് ഒഴിവാക്കാൻ സഖാവ് മുല്ലക്കര ആഹ്വാനം ചെയ്തു. സൂര്യകൃഷ്ണമൂർത്തിയുടെ മകളുടെ വിവാഹമായിരുന്നു ആദർശ കല്യാണമായി മുല്ലക്കര ചൂണ്ടിക്കാട്ടിയത്. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി ആകട്ടെ സ്വന്തം പാർട്ടിയിലെ MA ബേബിയുടെ മകൻ്റെ കല്യാണം പറയാതെ മുല്ലക്കരയുടെ പാർട്ടിക്കാരനായ ബിനോയ് വിശ്വത്തിൻ്റെ മകളുടെ കല്യാണമാണ് ചൂണ്ടിക്കാട്ടിയത്. ഒരു വിവാഹം പരാമർശിക്കാതെ വയ്യ സാർ. അത് സൂര്യ കൃഷ്ണമൂർത്തിയുടെ മകളുടെ വിവാഹത്തിന്റെ ഒരു കല്യാണക്കത്ത് എല്ലാവർക്കുമാണ്. അദ്ദേഹം ആ കല്യാണം വീട്ടിൽ വെച്ച് നടക്കുന്നു. 12, 13, 14 തീയതികളിൽ അനുഗ്രഹിക്കാൻ വീട്ടിൽ ചെല്ലാമെന്ന് കത്തിലുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതിനു വേണ്ടി സ്വരൂപിച്ചു വെച്ച ക്ലാസ് പൈസ അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളിന്, കോളേജിന്, എഞ്ചിനീയറിംഗ് കോളേജിന് 20 കുട്ടികളെ
മാർഗമില്ലാത്ത 20 കുട്ടികളെ പഠിപ്പിക്കാൻ അദ്ദേഹം സംഭാവന ചെയ്യാണ് സാർ. ഇതൊരു മാതൃകയാണ് സാർ. അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകനും എൻ്റെ സുഹൃത്തുമായ ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ മകളുടെ കല്യാണമാണ്. അതിന് പണമൊന്നും സമാഹരിച്ച് വെച്ചിരുന്നില്ല. രജിസ്റ്റർ ഓഫീസിൽ കല്യാണം കഴിച്ചു. ആളുകളെ അറിയിച്ചില്ല, കൂടുതൽ ആളുകൾ, വളരെ ചുരുക്കം പേര് അറിയിച്ചു തന്നെ ഉള്ളതാണ് തോന്നുന്നത്. അതെ, അറിയിച്ചവരോട് വരണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള കല്യാണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ കല്യാണങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കാലമാണിത്. കല്യാണ മാനേജ്മെന്റ് രാമന്മാർ നടത്തിയ അത്തരമൊരു കല്യാണത്തിൽ നിന്ന് ഭാര്യാസമേതം തലയൂരിയ അനുഭവമാണ് മുഖ്യമന്ത്രി പിണറായിക്ക് പറയാനുണ്ടായിരുന്നത്. ഈ തെക്കേടത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരമായ പോരാ. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണം തൃശ്ശൂർ ഒരു ഹാളിൽ വെച്ചാണ്. ഞാൻ ആ കല്യാണത്തിന് പോയി. ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി. ഇവന്റ് മാനേജ്മെൻറ്റുകാരാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ വരുമ്പം കൈയടിക്കാൻ പറയുന്നു. പിന്നെ കുടുംബക്കാരെ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നു. എല്ലാവരോടും കൈയടിക്കാൻ പറയുമ്പോൾ നമുക്ക് കൈയടിക്കാതിരിക്കാം. കൈയടിക്കാതിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ഒരു ഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറയുകയാണ് എല്ലാവരും. അപ്പോൾ ഹോളാകെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾ മാത്രം അവിടെ ഇരിക്കാൻ പറ്റൂ. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മെല്ലെ ഭാര്യയോട് പറഞ്ഞു, ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം കേട്ടോ. പിന്നെ ഇരിക്കണ്ടേ? ഇരിക്കാൻ പറഞ്ഞ ഉടനെ ഞങ്ങൾ സ്ഥലം വിട്ടു. ഇങ്ങനെയുള്ള അനുഭവം ആടി എത്തിയാലേ മനസ്സിലാവും ഇതാണ് സംഭവിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു വിഷമം. നമ്മൾ ശ്രദ്ധിക്കാത്തുള്ളത് മാത്രമേ വഴിയുള്ളൂ. നമ്മൾ നടത്തുമ്പോൾ മാതൃകാപരമായി നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 100-300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. എല്ലാം ശരിയാവുമെന്ന് പറയുന്നുണ്ടെങ്കിലും പിണറായി ഭരണത്തിൽ ആകെ ശരിയായത് KS ശബരീനാഥിൻ്റെ കല്യാണം മാത്രമാണെന്ന് കോൺഗ്രസിലെ VP സജീന്ദ്രൻ. സ്വന്തം RSP ഉണ്ടാക്കിയ കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോൻ്റെ നീണ്ടുപോകുന്ന കല്യാണം എന്നു നടക്കുമെന്നും സജീന്ദ്രൻ പ്രവചിക്കുന്നു. ആകെ MLA-മാരുടെ ഒരു കാര്യം ശരിയായത് എൻ്റെ അടുത്തിരിക്കുന്ന ഈ ശബരിനാഥിൻ്റെ കല്യാണമാണ്. കാരണം കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശബരിനാഥിൻ്റെ അമ്മ സുലേഖ ടീച്ചർ കല്യാണം പലതും ആലോചിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു ബ്രോക്കർ വന്ന് പറഞ്ഞു, ടീച്ചറെ പേടിക്കണ്ട, LDF വന്നാൽ എല്ലാം ശരിയാവും. അങ്ങനെ എന്തായാലും LDF വന്ന് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം നടന്നു. പക്ഷേ നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ്റെ സ്ഥിതി ഇപ്പോഴും പഴയതുപോലെയാണ്. സാർ, കോവൂർ കുഞ്ഞുമോൻ പിന്നെ 2 മുന്നണി മാറി നോക്കി കല്യാണം കഴിക്കാം. പക്ഷേ കല്യാണം ആയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് ശ്രീ PT തോമസ് ഒരു കല്യാണാലോചനയായിട്ട് എന്നോട് പറഞ്ഞു. ഞാൻ കോവൂർ കുഞ്ഞുമോൻ്റെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു. കോവൂരിൻ്റെ വീട്ടിലെ അമ്മ പറഞ്ഞത്, ഈ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കാതെ കല്യാണം നടക്കുമോ? എങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മ എന്താ കാര്യം? അപ്പം പറഞ്ഞു, കുഞ്ഞുമോൻ ഏത് പെണ്ണിനെ പോയി കണ്ടാലും 3 മാസത്തിനുള്ളിൽ ആ പെണ്ണിൻ്റെ കല്യാണം നടക്കും. അതുകൊണ്ട് കുഞ്ഞുമോൻ്റെ കല്യാണം നടക്കണമെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് നടത്താതെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തായാലും നമ്മുടെ കിഫ്ബി പദ്ധതി പോലെ, തോമസ് ഐസക് സാറിൻ്റെ കിഫ്ബി പദ്ധതി പോലെ കോവൂർ കുഞ്ഞുമോൻ്റെ കല്യാണവും ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് കിഫ്ബി എന്നാകുന്നോ അന്നത്തോടു കൂടി കോവൂരിൻ്റെ കല്യാണം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ദേശ് കാ നേതാ ഇടവേളയ്ക്ക് ശേഷം. उसके साथ मुस्लिम लीग भी बड़ा हो जाएगा. മനസ്സിലാവുന്നുണ്ടാവല്ലോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയണം.